എന്തുകൊണ്ടാണ് നിങ്ങൾക്കധികം കൂട്ടുകാരില്ലാത്തത്? നിങ്ങളൊരു കല്യാണ വീട്ടിലോ ഓഫീസിലോ അല്ലെങ്കിൽ ചില സുഹൃത്തുക്കൾക്കിടയിലോ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരകലം തോന്നാറില്ലേ? എന്നാൽ മറ്റുള്ളവർ നോക്കുമ്പോൾ അവർക്ക് തോന്നുന്നത് നിങ്ങൾ അഹങ്കാരിയാണെന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കെന്തോ കുഴപ്പമുണ്ടെന്നാണ്. പക്ഷേ യഥാർത്ഥ കാരണം അതല്ല. ഇതിന്റെ സൈക്കോളജി വളരെ രസകരമാണ്. മനുഷ്യർ സാമൂഹികമായി ജീവിക്കുന്നത് ഒരു തിരക്കഥയനുസരിച്ചാണ്. ഒരാൾ ചിരിച്ചാൽ തിരിച്ചും ചിരിക്കണം. ഒരാൾ ഹായ് പറഞ്ഞാൽ തിരിച്ചും ഉത്സാഹത്തോടെ പറയണം. ഇതൊരു അലിഖിത നിയമമാണ്. പക്ഷേ നിങ്ങളുടെ പ്രശ്നമെന്താണെന്നോ? നിങ്ങൾക്ക് അഭിനയിക്കാനറിയില്ല. മറ്റുള്ളവർ ബോറൻ തമാശ കേട്ടാലും മര്യാദയ്ക്ക് വേണ്ടി ചിരിക്കും. പക്ഷേ നിങ്ങൾക്കതുള്ളിൽ തട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ആ ചിരി വരില്ല. മറ്റുള്ളവർ വെറുതെ പുകഴ്ത്തി സംസാരിക്കും. പക്ഷേ നിങ്ങൾക്ക് നുണ പറയാൻ കഴിയില്ല. നിങ്ങൾ വിചാരിക്കുന്നത് ഇതൊരു പോരായ്മയാണെന്നാണ്. എന്നാൽ ഇതൊരു പോരായ്മയല്ല, ഇതൊരു സോഷ്യൽ ഗ്ലിച്ചാണ്. ആൾക്കൂട്ടം അഭിനയിക്കുമ്പോൾ നിങ്ങൾ മാത്രം സത്യസന്ധമായിരിക്കുന്നു. ഇതാണ് മറ്റുള്ളവരെ അസ്വസ്ഥരാക്കുന്നത്. ഒരു കള്ളന്റെ മുന്നിൽ പോലീസ് നിൽക്കുമ്പോൾ അവന് പേടി തോന്നുന്നത് പോലെ, മുഖം മൂടിയിട്ട് നടക്കുന്നവരുടെ മുന്നിൽ മുഖം മൂടിയില്ലാത്ത നിങ്ങളെ കാണുമ്പോൾ അവർക്കൊരു തരം പേടി തോന്നുന്നു. നിങ്ങൾ വെറുതെ ഇരിക്കുകയല്ല. നിങ്ങളുടെ കണ്ണുകൾ ഒരു എക്സ്റേ സ്കാനർ പോലെ പ്രവർത്തിക്കുകയാണ്. നിങ്ങൾ ആളുകളുടെ മുഖത്തല്ല നോക്കുന്നത്, അവരുടെ ഉദ്ദേശ്യമാണ് നിങ്ങൾ വായിക്കുന്നത്. അവരുടെ വാക്കുകളിലെ കള്ളത്തരവും ചിരിയുടെ കൃത്രിമത്വവും നിങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സുഹൃത്തുക്കളെ ഉണ്ടാക്കാത്തത് നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാൻ അറിയാവുന്നതുകൊണ്ടാണ്. എന്നാൽ ചോദ്യം ഇതാണ്: ഈ കഴിവ് വെച്ച് എങ്ങനെ മുന്നോട്ടു പോകും? ഇതൊരു ശാപമാക്കാതെ എങ്ങനെ ഇതൊരു ശക്തിയായി മാറ്റാം? നമുക്ക് നോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ അർത്ഥമില്ലാത്ത വർത്തമാനങ്ങൾ നടക്കുന്നിടത്ത് ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് വല്ലാത്തൊരു ക്ഷീണം അനുഭവപ്പെടും. തലവേദന വരുന്നു, എനർജി പോകുന്നു, അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നുന്നു. മറ്റുള്ളവരിതിനെ അന്തർമുഖത്വം എന്ന് വിളിക്കും. പക്ഷേ സൈക്കോളജി ഇതിനെ വിളിക്കുന്നത് ഫ്രീക്വൻസി മിസ്മാച്ച് എന്നാണ്. നിങ്ങളുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലാണ്. നിങ്ങൾക്ക് വേണ്ടത് വിവരങ്ങളാണ് അല്ലെങ്കിൽ ആശയങ്ങളാണ്. പക്ഷേ ചുറ്റുമുള്ളവർ സംസാരിക്കുന്നത് വെറും ശബ്ദങ്ങൾ മാത്രമാണ്. അവൻ എന്തു പറഞ്ഞു, ഇവളെന്ത് ഡ്രസ്സിട്ടു, ഇന്നലെ ആ സീരിയലിൽ എന്തു നടന്നു, ഇതുപോലുള്ള ഒരു പ്രയോജനമില്ലാത്ത സംഭാഷണങ്ങൾ. നിങ്ങളതല്ല ഒരു സംഭാഷണത്തിൽ നിന്നും ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുന്നത് എന്നെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇതിനു പിന്നിലൊരു ശാസ്ത്രീയ വശമുണ്ട്. സാധാരണ മനുഷ്യർക്ക് ഒരാൾക്കൂട്ടത്തിന് വെയിലിരിക്കുമ്പോൾ തലച്ചോറിൽ ഡോപ്പമീൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അവർക്കത് സന്തോഷം നൽകുകയും ചെയ്യും. എന്നാൽ നിങ്ങളെപ്പോലെയുള്ളവരുടെ തലച്ചോർ പ്രവർത്തിക്കുന്നത് വ്യത്യസ്തമായാണ്. നിങ്ങൾ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത് തലച്ചോറിൻ്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗം ഉപയോഗിച്ചാണ്. അതുകൊണ്ടുതന്നെ അർത്ഥമില്ലാത്ത സംഭാഷണങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ വേഗത്തിൽ തളർത്തുന്നു. ഇത് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നമല്ല, നിങ്ങളുടെ തലച്ചോറിൻ്റെ ഘടന തന്നെ സത്യസന്ധതയ്ക്കും ആഴത്തിലുള്ള ചിന്തകൾക്കും മുൻഗണന നൽകുന്നതാണ്. ഇതൊരു ഉദാഹരണം വഴി പറയാം. സങ്കൽപ്പിക്കുക, നിങ്ങളൊരു സ്കൂബ ഡൈവറാണ്, സമുദ്രത്തിൻ്റെ അടിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾ. പക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ വെറും നീന്തൽക്കുളത്തിൽ കളിക്കുന്നവരാണ്. അവർക്ക് ഉപരിതലത്തിൽ നിന്ന് കളിച്ചാൽ മതി. നിങ്ങൾ അവരോട് നമുക്ക് ആഴത്തിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ അവർ പേടിക്കുന്നു. അവർ നിങ്ങളെ ബുദ്ധിജീവി എന്ന് വിളിച്ച് കളിയാക്കുന്നു. ഇവിടെയാണ് പ്രശ്നം. നിങ്ങൾ ബോറനായതുകൊണ്ടല്ല നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ലാത്തത്, നിങ്ങളുടെ ചിന്തകൾക്കൊപ്പം നീന്താൻ പറ്റുന്നവർ ചുറ്റുമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ മൗനം പാലിക്കുന്നത് നിങ്ങൾക്ക് വാക്കുകളില്ലാത്തതുകൊണ്ടല്ല, നിങ്ങളുടെ ആഴം മനസ്സിലാകാത്തവരോട് സംസാരിക്കുന്നത് ഒരു ഭിത്തിയോട് സംസാരിക്കുന്നത് പോലെയാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. സാധാരണക്കാർ ഏകാന്തത ഒഴിവാക്കാൻ വേണ്ടി ഇഷ്ടമില്ലാത്ത സൗഹൃദങ്ങൾ സഹിക്കും. അവർക്കൊറ്റയ്ക്കിരിക്കാൻ പേടിയാണ്. പക്ഷേ നിങ്ങൾക്ക് ബാഡ് കമ്പനിയേക്കാൾ 100 മടങ്ങിഷ്ടം നോ കമ്പനിയാണ്. മോശം ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് പട്ടിണി കിടക്കുന്നതാണെന്ന് നിങ്ങൾ തീരുമാനിച്ചു. ഇതൊരു അഹങ്കാരമല്ല, ഇതൊരു ഹൈ സ്റ്റാൻഡേർഡാണ്. നിങ്ങളുടെ സമയം, ടൈം വെറുതെ കളയാൻ നിങ്ങൾ തയ്യാറല്ല. അതാണ് സത്യം. അതിനാൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ കിട്ടാൻ പാടാണ് എന്ന് പറയുന്നതിനേക്കാൾ ശരി നിങ്ങളെ പറ്റിക്കാൻ പാടാണ് എന്ന് പറയുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്റേ വിഷൻ ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഒരാൾ നിങ്ങളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലെ അസൂയ അല്ലെങ്കിൽ സ്വാർത്ഥത നിങ്ങൾക്ക് കാണാൻ കഴിയും. അവരുടെ വാക്കുകളിലല്ല, അവരുടെ കണ്ണുകളിലെ ആ ചെറിയ ചലനങ്ങളിൽ. മറ്റുള്ളവർക്കത് കാണാൻ കഴിയില്ല. അവർ ആ വ്യക്തിയെ വിശ്വസിക്കുന്നു. ഇവിടെയാണ് നിങ്ങളുടെ നിരീക്ഷണ പാടവം വ്യത്യസ്തമാകുന്നത്. ശാസ്ത്രം ഇതിനെ മൈക്രോ എക്സ്പ്രഷൻസ് എന്ന് വിളിക്കുന്നു. ഒരാൾ കള്ളം പറയുമ്പോഴോ അല്ലെങ്കിൽ ഉള്ളിലൊന്നു വെച്ച് പുറത്ത് മറ്റൊന്ന് കാണിക്കുമ്പോഴോ അവരുടെ മുഖത്തെ പേശികളിൽ സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ചില മാറ്റങ്ങൾ വരും. സാധാരണക്കാരിത് ശ്രദ്ധിക്കില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സ് ഇത് കൃത്യമായി പിടിച്ചെടുക്കുന്നു. അതുകൊണ്ടാണ് ഒരാളെ കണ്ട് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് നിങ്ങളുടെ ഉൾമനസ്സ് മുന്നറിയിപ്പ് നൽകുന്നത്.
ഇത് വെറും തോന്നലല്ല, നിങ്ങളുടെ തലച്ചോറ് നടത്തുന്ന അതിവേഗത്തിലുള്ള ഒരു ഡേറ്റ അനാലിസിസ് ആണ്. ലോകത്ത് 2 തരം സൗഹൃദ രീതികളുണ്ട്. ഒന്ന്, ഷോട്ട് ഗൺ മെത്തേഡ്. ഇതാണ് ബഹുഭൂരിഭാഗം പേരും ചെയ്യുന്നത്. കണ്ണിൽ കണ്ട എല്ലാവരെയും ഫ്രണ്ട്സാക്കുക. അതിൽ പകുതിയും ഫേക്ക് ആയിരിക്കും, പക്ഷേ അവർക്കത് കുഴപ്പമില്ല. 2, സ്നൈപ്പർ മെത്തേഡ്. ഇതാണ് നിങ്ങളുടെ രീതി. നിങ്ങൾ എല്ലാവരെയും അടുപ്പിക്കില്ല, നിങ്ങൾ ദൂരെ നിന്ന് നിരീക്ഷിക്കും. ഒരുപാട് ടെസ്റ്റുകൾ നടത്തും. ആ വ്യക്തി വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണോ, പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കുമോ, ഇതെല്ലാം ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നിങ്ങൾ ആ വാതിൽ തുറക്കൂ. ഇതുകൊണ്ടാണ് നിങ്ങളുടെ ലിസ്റ്റിൽ ആളുകൾ കുറവായത്. പക്ഷേ ആ ലിസ്റ്റിലുള്ളവർ, അവർ വെറും ഫ്രണ്ട്സ് ആയിരിക്കില്ല, അവർ ജീവൻ തരുന്ന സഹോദരങ്ങളെപ്പോലെ ആയിരിക്കും. ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. അതുകൊണ്ട് ഓർക്കുക, നിങ്ങൾ ആളുകളെ വെറുക്കുന്നില്ല, നിങ്ങൾ കപടതയെ വെറുക്കുന്നു. നിങ്ങൾ സംസാരിക്കാൻ മടിയനല്ല, നിങ്ങൾ നുണ പറയാൻ മടിയനാണ്. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് അത്ഭുതകരമായൊരു സത്യം മനസ്സിലാകും. ലോകത്തെ മാറ്റിമറിച്ച ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളും വിപ്ലവങ്ങളും ഉണ്ടായത് ആൾക്കൂട്ടങ്ങൾക്കിടയിലല്ല, മറിച്ച് ഏകാന്തതയെ പ്രണയിച്ച ചില മനുഷ്യരിലൂടെയാണ്. നമുക്ക് ഐസക് ന്യൂട്ടന്റെ കാര്യം തന്നെ എടുക്കാം. 1665-ൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ അദ്ദേഹം വീട്ടിൽ തനിയെയിരിക്കാൻ നിർബന്ധിതനായി. ആ ഏകാന്തതയിലാണ് അദ്ദേഹം ഗുരുത്വാകർഷണത്തെക്കുറിച്ചും പ്രകാശത്തെക്കുറിച്ചും ലോകം അതുവരെ ചിന്തിക്കാത്ത കാര്യങ്ങൾ കണ്ടെത്തിയത്. ആൾക്കൂട്ടത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് മാറി നിന്ന ആ ഒറ്റയാൻ മാറ്റിയ ചരിത്രമാണ് നാം ഇന്ന് പഠിക്കുന്നത്. മറ്റൊരുദാഹരണം നിക്കോള ടെസ്ലയാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, മനസ്സ് ഏകാന്തമായിരിക്കുമ്പോഴാണ് ആശയങ്ങൾ ജനിക്കുന്നത്. കണ്ടുപിടുത്തങ്ങൾ നടത്താൻ നിങ്ങൾക്ക് ഏകാന്തത ആവശ്യമാണ്. ടെസ്ലയ്ക്ക് ഒരു വലിയ സൗഹൃദ വലയമുണ്ടായിരുന്നില്ല. അദ്ദേഹം തന്റെ ലാബിൽ തനിയെ മണിക്കൂറുകളോളം ചിലവഴിച്ചു. ആ ഏകാന്തതയാണ് ഇന്ന് നാം ഉപയോഗിക്കുന്ന വൈദ്യുതിയും വയർലെസ് സാങ്കേതികവിദ്യയും നമുക്ക് നൽകിയത്. റോമൻ ചക്രവർത്തിയായിരുന്ന മാർക്കസ് ഒറേലിയസ് തന്റെ തിരക്കേറിയ ഭരണജീവിതത്തിനിടയിലും മനസ്സിന്റെ ഉള്ളിലേക്ക് പിൻവാങ്ങാൻ പഠിച്ചിരുന്നു. ലോകം മുഴുവൻ കീഴടക്കിയൊരു ചക്രവർത്തി പോലും പറഞ്ഞത്, ഏറ്റവും വലിയ സമാധാനം ലഭിക്കുന്നത് ഒരാൾ സ്വന്തം ആത്മാവിലേക്ക് നോക്കുമ്പോഴാണ് എന്നാണ്. തന്റെ ഡയറിക്കുറിപ്പുകളിലൂടെ അദ്ദേഹം ലോകത്തിന് കാട്ടിക്കൊടുത്തത് ഒരു ഹൈ വാല്യൂ ലോണർ എങ്ങനെയായിരിക്കണമെന്നാണ്. ആധുനിക കാലത്തെ സ്റ്റീവ് ജോബ്സിനെ നോക്കുക. അദ്ദേഹം തന്റെ കോളേജ് കാലത്തും ആപ്പിളിന്റെ തുടക്കകാലത്തും ഒരു ഗ്രൂപ്പിലും ഒതുങ്ങാത്തയാളായിരുന്നു. തന്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കൊണ്ട് അദ്ദേഹം ലോകത്തെ മാറ്റിമറിച്ചു. ഇവരൊക്കെ നമുക്ക് കാണിച്ചു തരുന്നതൊരു കാര്യമാണ്: സോളിറ്റ്യൂഡ് ഈസ് വെയർ ഗ്രേറ്റ്നെസ് ഇസ് ബോൺ. ആൾക്കൂട്ടത്തിൽ അലിഞ്ഞു ചേരാത്ത നിങ്ങളുടെ ഈ സ്വഭാവമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. മറ്റുള്ളവർ സംസാരിച്ച് സമയം കളയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ്. മറ്റുള്ളവർ അഭിനയിക്കുമ്പോൾ നിങ്ങൾ നിരീക്ഷിക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യമുണ്ടാകും: അപ്പോൾ ഞാൻ മാറേണ്ടേ? ഞാൻ മറ്റുള്ളവരെ പോലെ അഭിനയിക്കാൻ പഠിക്കണോ? അത് ഞാൻ ഇനി പറയാൻ പോകുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി പറയാനുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതാണ്, പക്ഷേ ഒറ്റയ്ക്ക് ജീവിച്ചാൽ നിങ്ങൾക്ക് വൻ വിജയങ്ങൾ നേടാൻ കഴിയില്ല. മനുഷ്യൻ ഒരു സോഷ്യൽ ആനിമലാണ്. ചരിത്രം പരിശോധിച്ചാൽ ലോകം പിടിച്ചടക്കിയ ആരും ഒറ്റയ്ക്കായിരുന്നില്ല. അവർക്ക് പിന്നിൽ ശക്തമായ ഒരു ടീമുണ്ടായിരുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതാണെങ്കിൽ അത് നേടാൻ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം കൂടിയേ തീരൂ. അതൊരു സത്യമാണ്. പക്ഷെ പ്രശ്നം നിങ്ങൾക്ക് എങ്ങനെ ശരിയായ ആളുകളെ കണ്ടുപിടിക്കാം എന്നതാണ്. എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വം ബലി കഴിക്കാതെ സമൂഹത്തിൽ ഉയർന്ന സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ വിഷമിക്കേണ്ട, അത് നമ്മൾക്ക് പഠിച്ചെടുക്കാവുന്നതേയുള്ളൂ. അടുത്ത വരുന്ന വീഡിയോകളിൽ എങ്ങനെയാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉപയോഗിച്ച് സ്വാധീനമുള്ള സുഹൃത്തുക്കളെ ഉണ്ടാക്കാം, മറ്റുള്ളവർക്ക് നിങ്ങളോട് ബഹുമാനം തോന്നുന്ന രീതിയിൽ പെരുമാറേണ്ടതെങ്ങനെയാണ്, ആൾക്കൂട്ടത്തിൽ എങ്ങനെ ഒരു ലീഡറാകാം, ഈ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഒളിച്ചോടാൻ പോകുകയല്ല, നമ്മൾ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ സ്ഥാനം പിടിച്ചെടുക്കാൻ പോകുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സുഹൃത്തുക്കളില്ലാത്തതിനെ ഓർത്ത് പേടിക്കേണ്ട. ഇതൊരു പ്രിപ്പറേഷൻ ടൈമാണെന്ന് കരുതുക. യുദ്ധത്തിന് പോകും മുൻപ് പടയാളികൾ ആയുധം മൂർച്ച കൂട്ടുന്നത് പോലെ നിങ്ങൾ സ്വയം മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കുള്ളിലെ ആ കഴിവുകൾ വളർത്തുക. ശരിയായ സമയം വരുമ്പോൾ ശരിയായ ആളുകളെ നമ്മൾ ആകർഷിച്ചിരിക്കും. ഇതൊരു തുടക്കം മാത്രമാണ്. വരും ദിവസങ്ങളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ആർട്ട് ഓഫ് ഹ്യൂമൻ കണക്ഷനാണ്. കപടമായ ചിരികളില്ലാതെ എങ്ങനെ മനുഷ്യരെ കയ്യിലെടുക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ യാത്രയിൽ പങ്കുചേരാൻ
നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ.